ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ സിഫത്തു സലാ അതാണ് വിശദീകരിക്കുന്നത്. സിഫത്തു സലാത്തിൽ അവസാനത്തെ 5 ഹദീസുകളാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അടുത്ത ആഴ്ച സഹുവിൻ്റെ സുജൂദുമായി ബന്ധപ്പെട്ട് ഉള്ള ബാബാണ് സുജൂദ് സഹ്. ഇത് സിഫത്തു സലാത്തിൽ അവസാനത്തെ 5 ഹദീസുകൾ. ഒന്നാമത്തെ ഹദീസ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. വഅൻ മുആദ് ഇബ്നി ജബൽ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു ഊസിക യാ മുആദ് لا تدعن دبر كل صلاة أن تقول اللهم أعني على ذكرك وشكرك وحسن عبادتك رواه أحمد وأبو داود والنسائي بسند قوي. طيب, ഒന്നാമത്തെ ഹദീസ് നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ ചൊല്ലേണ്ട ഒരു ദിക്റിനെ കുറിച്ചാണ്. ഹദീസ് ഉദ്ധരിക്കണ ആരിൽ നിന്നാണ്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിന്നാണ്. ആരാ മുആദ് ഇബ്നു ജബൽ? മുആദ് ഇബ്നു ജബൽ അദ്ദേഹം മുഹാജിറ അൻസാരിയ? മുആദ് ഇബ്നു ജബൽ അൻസാരിയാണ്. അദ്ദേഹം ബനൂ ഖസ്റജ് ഗോത്രക്കാരനാണ്. അതുകൊണ്ട് തന്നെ മുആദ് ഇബ്നു ജബൽ ഇബ്നു അംർ ഇബ്നു ഔസ്, അംർ ഇബ്നു ഔസാണ് അദ്ദേഹത്തിൻ്റെ വല്യാപ്പാൻ്റെ പേര്. മുആദ് ഇബ്നു ജബൽ ഇബ്നു അംർ ഇബ്നു ഔസ് അൽ അൻസാരി അൽ ഖസ്റജി. മുആദ് ഇബ്നു ജബൽ അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം അന്ന് ശരീരത്തിൽ രോമം വരെ മുളച്ചിട്ടില്ല എന്നാണ്. അമ്രതായിരിക്കെ അദ്ദേഹം അഖബയിൽ പങ്കെടുത്തു എന്നാണ്. ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്തപ്പോൾ മുആദിന് 20 വയസ്സാണ്. 20 വയസ്സ്. മുആദ് റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധനായ സഹാബിയാണ്. ഹിജ്റയുടെ 18 അദ്ദേഹം സിറിയയിൽ മരണപ്പെട്ടു. ഹിജ്റയുടെ 18 സിറിയയിൽ അംവാസിൽ പടർന്ന പ്ലാഗ് രോഗത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത് മരണപ്പെടുന്നത്. മുആദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പ് നാളുകളിൽ മുആദിനെ യമനിലേക്ക് പറഞ്ഞയക്കണം, അവിടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ആലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം മുആദ് ഇബ്നു ജബൽ. എൻ്റെ ഉമ്മത്തികളിൽ ഹലാൽ ഹറാമിനെ കുറിച്ച് കൂടുതൽ പാണ്ഡിത്യമുള്ള ആൾ മുആദ് ഇബ്നു ജബലാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ യമനിലേക്ക് പറഞ്ഞയച്ച് ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മുആദ്, ഇനി നിങ്ങൾ മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല. നിങ്ങൾ എൻ്റെ പള്ളിയുടെയും എൻ്റെ ഖബറിൻ്റെയും അരികിലൂടെ ആയിരിക്കും നിങ്ങൾ വരിക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു എന്നൊക്കെ ഹദീസിൽ കാണാം. കരച്ചിലിനെ എതിർത്ത് കരയാൻ പാടില്ല എന്ന് പറഞ്ഞു. മുആദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റദീഫാണ്. റദീഫ് എന്നാണ് എന്താ? പിന്നിൽ സഞ്ചരിക്കുന്ന വ്യക്തി. റസൂലുള്ളാഹിക്ക് ഉഫൈർ എന്ന് പറഞ്ഞിട്ടൊരു കോവർ കഴുത ഉണ്ടായിരുന്നു, ഉഫൈർ. ആ കഴുതപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിലിരുന്ന് സഞ്ചരിച്ചിരുന്ന ആളാണ് ആര്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് ആ ഹദീസിൽ കാണാം, അതദ്രീമ ഹഖുൽ അബീദ് അലല്ലാഹ് വ ഹഖുല്ലാഹ് അലൽ അബീദ് എന്നൊക്കെ പറഞ്ഞ ഹദീസില്ലേ, അത് അദ്ദേഹമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. അലൈഹിസ്സലാം റഹ്മത്തുള്ളാഹി അലാ കുല്ലിൻ പ്രസിദ്ധനായ സഹാബിയാണ് ആര്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, ഊസീക യാ മുആദ്, മുആദെ, ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു. ഊസീക, നിങ്ങളോട് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. യാ മുആദ്, മുആദെ. ഇതിൻ്റെ വേറെ ലഫ്ദിൽ യാ മുആദ് ഇന്നി ഉഹിബ്ബുക് എന്നുള്ളത്. യാ മുആദ്, മുആദെ ഇന്നി ഉഹിബ്ബുക്, ഞാൻ നിങ്ങളെ
ഇഷ്ടപ്പെടുന്നു. ഇവിടെ ഊസിക്കയ മുആദ്, മുആദേ നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു. എന്താ വസിയത്ത്? ലാ തദഅന്ന, നിങ്ങൾ ഉപേക്ഷിക്കരുത്. ലാ തദഅന്ന, ഉപേക്ഷിക്കുക തന്നെ ചെയ്യരുത്. തൗക്കീദിൻ്റെ നൂൻ. ദുബുറ കുല്ലി സലാത്തിൻ, എല്ലാ നമസ്കാരങ്ങളുടെയും ദുബുറിൽ, അവസാനത്തിൽ. വലൈക്കും സലാം. അൻ തഖൂൽ, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുവാൻ. അൻ തഖൂൽ എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുവാൻ. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ എന്താ പ്രാർത്ഥിക്കണേ? എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക്. എന്താ അതിൻ്റെ മാന? അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ, അഇന്നി, നീ എന്നെ സഹായിക്കണമേ, അലാ ദിക്രിക്, നിനക്ക് ദിക്റെടുക്കുവാൻ, നിന്നെ സ്മരിക്കുവാൻ, വശുക്രിക്, നിനക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ, വഹുസ്നി ഇബാദതിക്, നിനക്കുള്ള ഇബാദത്തിനെ നന്നാക്കുവാൻ, നന്നായി ഇബാദത്ത് എടുക്കുവാൻ, ശുക്ർ അർപ്പിക്കുവാൻ, ദിക്റിൽ കഴിയുവാൻ. അള്ളാഹുവേ നീ എന്നെ സഹായിക്കണമേ എന്നുള്ളതാണ് അതിൻ്റെ മാന. മുആദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വസിയത്താണിത്. ഊസിക യാ മുആദ്. വേറെ റിവായത്തിൽ ഉഹിബ്ബുക്, നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതിനാൽ ഫലാ തദഅന്ന ദുബ്ര കുല്ലി സലാത്തിൻ, എല്ലാ നമസ്കാരങ്ങളുടെയും പിന്നിൽ നിങ്ങൾ ഒഴിവാക്കരുത്. എന്ത്? അൻ തഖൂൽ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ. പ്രാർത്ഥന അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക്. അപ്പോൾ അള്ളാഹ്ക്ക് ഇബാദത്ത് നന്നാക്കാനും അതേപോലെ തന്നെ അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിക്കുവാനും അള്ളാഹ്ക്ക് ദിക്റെടുക്കാനും ഒക്കെ അള്ളാഹിൻ്റെ തന്നെ യാനത്ത് വേണം, സഹായം വേണം. അള്ളാഹിൽ നിന്നുള്ളൊരു താങ്ങും അള്ളാഹിൽ നിന്നുള്ളൊരു സപ്പോർട്ടും ഇല്ലെങ്കിൽ അതിന് കഴിയില്ല. അപ്പോൾ ആ സഹായം കിട്ടാൻ വേണ്ടിയിട്ടുള്ള തേട്ടാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഹയ്യ അല സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അൽ ഫലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയും. ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ എന്നുള്ളത് എന്താണ്? സഹായത്തേട്ടാണ്, ഇസ്തിആനത്താണത്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശേഷിയുമില്ല, അതുകൊണ്ട് അള്ളാഹുവെ നീ എന്നെ സഹായിക്കണമേ എന്ന തേട്ടാണത്. കാരണം അള്ളാഹുവിൻ്റെ സഹായം മുഖ്യമാണ്. എന്തിന്? നമ്മൾ പള്ളിയിലെത്താനും വേണ്ട വിധം ഇബാദത്ത് നന്നാക്കാനും അള്ളാഹ്ക്ക് ദിക്റെടുക്കാനും ഒക്കെ ഉള്ള തൗഫീഖ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേട്ടാണ്. നിസ്കാരത്തിൻ്റെ ഒടുവിൽ ദുആക്ക് ജവാബുള്ള ടൈമാണ്. മനസ്സിലായി? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. അതുകൊണ്ടിത് മസ്തായിട്ടും നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ ദുആ ഇരക്കേണ്ടതുണ്ട്. ഇവിടെ ദുബറ കുല്ലി സലാത്തിന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. ദുബുറു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഗതിയുടെ ലാസ്റ്റ് എന്നർത്ഥം പറയും, ഒരു സംഗതിക്ക് പിന്നിൽ എന്നും പറയും. അതിന് ഖൽഫ്, ബാക്കിൽ എന്നർത്ഥത്തിൽ പറയും, അല്ലെങ്കിൽ ഒരു സംഗതിയുടെ ലാസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇത് ചെല്ലേണ്ടത് എപ്പോഴാണ്? ഇത് ചെല്ലേണ്ടത് നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പാണ്. ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, സലാം വീട്ടുന്നതിന് മുമ്പാണ്. ചില ദിക്റുകളെക്കുറിച്ച് അത് ദുബുറു സലാത്തിലാണെന്ന് പറഞ്ഞ്, പക്ഷേ ആ ദിക്റുകളൊക്കെ നിസ്കാരത്തിൽ സലാം വീട്ടിയതിന് ശേഷമാണ്. ചിലത് ദുബുറു സലാത്തിൽ എന്ന് പറഞ്ഞ് അതൊക്കെ നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിൻ്റെ മുമ്പാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താ വെച്ചാൽ, ദുആകളൊക്കെ ദുബുറു സലാത്തിൽ പറയപ്പെട്ട ദുആകളൊക്കെ എപ്പോഴാണ്? സലാമിന് മുമ്പാണ്. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം അതാണ്. ദിക്റുകൾ പറയപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ ദുബുറു സലാത്തിൽ, അതൊക്കെ എപ്പോഴാണ്? സലാമിന് ശേഷമാണ്. ഇബ്നു തൈമിയ്യയുടെ വീക്ഷണമാണത്. പക്ഷേ അതിനെ ആ വീക്ഷണത്തെ ചോദ്യം ചെയ്യേണ്ട ചില റിവായത്തുകളുണ്ട്. ഇപ്പോൾ റബ്ബിഖ്നി അദാബക് യൗമ തബ്അസു ഇബാദക്, ഈ ദുആ വന്നത് എപ്പോഴാണ്? റസൂലുള്ളാഹി സലാം വീട്ടി നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞാലാണ്. അപ്പോൾ റബ്ബിഖ്നി അദാബക് യൗമ തബ്അസു ഇബാദക്, അല്ലാഹുവേ നിൻ്റെ ദാസന്മാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം എന്നെ നിൻ്റെ ശിക്ഷയിൽ നിന്ന് കാക്കണമേ എന്നുള്ളത് ദുആയാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത് എന്താ? സലാമിന് മുമ്പൊക്കെ ദുആ. ദുബുർ സലാത്തിൽ പറയപ്പെട്ട ദുആകളൊക്കെ സലാമിന് മുമ്പ്, ദുബുർ സലാത്തിൽ പറയപ്പെട്ട ദിക്റുകളൊക്കെ സലാമിന് ശേഷം എന്നാണ്. പക്ഷേ ദുബുർ സലാത്തിൽ പറയപ്പെട്ട ചില ദുആകൾ തന്നെ എപ്പോഴും വന്നിട്ടുണ്ട്, സലാമിന് ശേഷം വന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഫജറിൽ ഇപ്പോൾ നമ്മൾ ദുആ ചെയ്യൂലേ, എന്താ ഫജർ നിസ്കാരത്തിൽ സലാം വിട്ട് നമുക്ക് വന്നില്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. അപ്പോൾ അതേപോലെ ഈ റബ്ബിഖ്നി അദാബക യൗമ തബ്അസു ഇബാദക, അതൊക്കെ സലാമിന് ശേഷം വന്നിട്ടുള്ളതായ ദുആകളിൽപ്പെട്ടതാണ്. ഏതായാലും ഈ ദുബർ സലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സലാം വീട്ടുന്നതിന് മുമ്പ് എന്ന് പറയപ്പെട്ടതുകൊണ്ട് ശേഷം പറയപ്പെട്ടതുകൊണ്ട്. പക്ഷേ ദുആകൾ മൊത്തത്തിൽ എങ്ങനെ പറയാം? അത് സലാമിന് മുമ്പാണ്.
മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനമാണ് ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത്. റസൂൽ അദ്ദേഹത്തിന് മാത്രം നൽകിയൊരു വസിയ്യത്താണത്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയിച്ചിട്ടും കൊണ്ട് റസൂൽ അത് പിന്നെ അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മാത്രം നിർവഹിക്കാനുള്ളത് എന്നാ അല്ല. അദ്ദേഹത്തിന് മാത്രം നിർവഹിക്കാനുള്ളതല്ല. അദ്ദേഹം എന്ത് ചെയ്തു? റസൂൽ അദ്ദേഹത്തെ പഠിപ്പിച്ച മറ്റുള്ളവരെ അദ്ദേഹം അറിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ഹദീസ്. ഈ ഹദീസിനെ റവാഹു അഹ്മദ്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തു. അബൂദാവൂദും വൻ നസായിയു, ഇമാം നസായിയും ബിസനദിൻ കവിയായ സനദിൽ, ശക്തിമത്തായ ബലവത്തായ സനദോട് കൂടിയിട്ട് ഇമാം അഹ്മദ് മുസ്നദിൽ, അബൂദാവൂദ് സുനനിൽ, ഇമാം നസായിയും അദ്ദേഹത്തിൻ്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഇനി അടുത്ത ഹദീസ് ഏത്? ശേഷം ഇതല്ലേ അവിടേക്ക് നമ്മൾ വരണുള്ളൂ. അടുത്തത് അബൂ ഉമാമ അല്ലേ ഹദീസിൻ്റെ റാവി? അൻ അബി ഉമാമത്ത റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عن أبي أمامة رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم من قرأ آية الكرسي دبر كل صلاة مكتوبة لم يمنعه من دخول الجنة إلا الموت موت طيب إلا الموت. ഈ ഹദീസ് റവാഹു നസായി വസഹഹു ഇബ്നു ഹിബ്ബാൻ വസാദ അത്തബ്റാനിയു വഖുൽ ഹുവല്ലാഹു അഹദ് അല്ലേ. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി അബൂ ഉമാമയാണ്. അറിയ അബൂ ഉമാമ? അബൂ ഉമാമ അതാണ് പ്രസിദ്ധനായ റാവി അബൂ ഉമാമ സഹാബി. പക്ഷേ ഇവിടെ അബൂ ഉമാമ അൽ ബാഹിലി അല്ല. അബൂ ഉമാമ അൽ ബാഹിലി വേറെ, ഈ അബൂ ഉമാമ വേറെ. ഈ അബൂ ഉമാമ അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്. ഇയാസ് ഇബ്നു സാലബയാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇയാസ് ഇബ്നു സാലബ. ഇദ്ദേഹം അൻസാരിയാണ്, ഖസ്റജിയാണ്, അൻസാരിയാണ്. മറ്റേത് അബൂ ഉമാമ അൽ ബാഹിലിൻ്റെ പേര് സുദൈ എന്നാണ്. സുദൈ ഇബ്നു അജ്ലാൻ. സുദൈ ഇബ്നു അജ്ലാൻ അതാണ് അബൂ ഉമാമ അൽ ബാഹിലി. അദ്ദേഹത്തിൻ്റെ പേര് ഇതാണ്. അദ്ദേഹം വേറെ, ഈ അബൂ ഉമാമ വേറെ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഉമാമ അദ്ദേഹത്തിൻ്റെ പേര് ഇയാസ് ഇബ്നു സാലബ എന്നാണ്. ഇയാസ് ഇബ്നു സാലബ അൽ അൻസാരി ഉൽ ഖസ്റജി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഈ ഇയാസ് ഇബ്നു സാലബ മരിച്ച്. ഉഹദിൽ നിന്ന് മടങ്ങുമ്പോൾ അങ്ങനെ റസൂലുള്ളാഹി ഉഹദിൽ നിന്ന് മടങ്ങി വന്ന ഉടനെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജനാസ നമസ്കരിക്കുകയും അദ്ദേഹത്തെ മറമാടുകയും ചെയ്തതിന് ചരിത്രത്തിൽ കാണാം. ഇയാസ് ഇബ്നു സാലബ അൽ ഖസ്റജി. അബൂ ഉമാമ അൽ ബാഹിലി വേറെയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി, വല്ലവരും ആയത്തുൽ കുർസി ഓതിയാൽ, മൻ ഖറഅ വല്ലവരും ഓതിയാൽ ആയത്തുൽ കുർസി ദുബ്ര കുല്ലി സലാത്തിൻ, എല്ലാ നമസ്കാരത്തിൻ്റെയും ദുബറിൽ, മക്തൂബത്തിൻ ഫർദാക്കപ്പെട്ട, മക്തൂബത്ത് എന്ന് പറഞ്ഞാൽ അവിടെ മഫ്റൂദ, ഫർദാക്കപ്പെട്ട നമസ്കാരങ്ങളുടെ എല്ലാം ദുബറിൽ, അതിനുശേഷം എന്നുള്ള അർത്ഥത്തിൽ പിന്നിൽ വല്ലവരും ആയത്തുൽ കുർസി ഓതിയാൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന, സ്വർഗപ്രവേശനത്തിന് തൊട്ട് അവനെ തടഞ്ഞിട്ടില്ല, ഇല്ലൽ മൗത്ത്, മരണമല്ലാതെ, ഇല്ലൽ മൗത്ത്, മരണം അല്ലാതെ. ഇല്ലൽ മൗത്ത് പറഞ്ഞാൽ അദമുൽ മൗത്ത്, മരിക്കാതിരിക്കുക എന്നതല്ലാതെ. ഈ ഹദീസ് റവാഹു നസായി, ഇമാം നസായി റിപ്പോർട്ട് ചെയ്തതാണ്. സഹഹഹു ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. വസാദ തബ്റാനി, ഇമാം തബ്റാനി മുഅ്ജമിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം
അതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഏറെ കൊണ്ടുവന്നിട്ടുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് ആ റിപ്പോർട്ട് സഹിയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പോൾ എല്ലാ ഫർള് നമസ്കാരങ്ങളുടെയും ഒടുവിൽ ആയത്തുൽ കുർസിയും പിന്നെ ഏത് ഓതണം? ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഓതണം എന്നാണ് ഇമാം തബ്രാനിയുടെ റിവായത്തിലുള്ളത്. രണ്ട് റിപ്പോർട്ടും സഹിയാണ്. അപ്പോൾ ആയത്തുൽ കുർസിൻ്റെ മഹത്താണ്. ആയത്തുൽ കുർസി ഏതാ? ആയത്തുൽ കുർസി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്ത്. അതിന് ആയത്തുൽ കുർസി എന്ന് പേര് പറയാൻ കാരണം എന്താ? ആ കുർസിയെ കുറിച്ച് അതിൽ പരാമർശമുണ്ട്. എന്താ കുർസി? അർഷിൽ മൗദിഉൽ ഖദം, അർഷിന് പാദം വെക്കുന്ന സ്ഥലമുണ്ട്. ആ പാദം വെക്കുന്ന അർഷ് അള്ളാഹുവിൻ്റെ മഹത്തായ സിംഹാസനാണ്. അർഷ് അത് ഉണ്മയുടെ ലോകത്ത് ഏറ്റവും മീതയുള്ള പടപ്പാണ് ആര്? അർഷ് എന്നുള്ളത്. അർഷ് അർഷിൻ്റെ മലക്കുകൾ എന്തുണ്ട്? അത് ദൂ ഖവായിം, അതിനെന്തുണ്ട്? കാലുകളുണ്ട്. അർഷിന് കാലുകളുണ്ട്. അതിന് അർഷിനെ വഹിക്കുന്നത് ആരാണ്? മലക്കുകളാണ്. അല്ലദീന യഹ്മലൂന അൽ അർഷ്, അർഷിനെ വഹിക്കുന്നവർ. പിന്നെ അല്ലദീന യഹ്മലൂന അർഷ പിന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഷിനെ വഹിക്കുന്ന മലക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പിന്നെ ആ അർഷിൽ അതിൻ്റെ പാദസ്ഥാനമാണ് കുർസി, മൗദിഉൽ ഖദമൈൻ, പാദസ്ഥാനം. ആ കുർസീനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആയത്തുൽ കുർസിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. അർഷിൻ്റെ കുർസി തന്നെ അത് വാനങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലം എന്നാണ്. അപ്പോൾ പിന്നെ ആ പരാമർശമുള്ളത് കൊണ്ടാണ് ആ ആയത്തിന് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. ആയത്തുൽ കുർസി വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്. ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്. അത് എല്ലാ നമസ്കാരങ്ങളുടെയും, ഇവിടെ എല്ലാ നമസ്കാരങ്ങളുടെയും നടണമെങ്കിൽ അതിന് ഖൈദുണ്ട്. ഏത് നിസ്കാരമാണ്? മക്തൂബത്തിന്, ഫർദ് നമസ്കാരങ്ങളാണ്. പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്ത്. അപ്പം പിന്നെ അത് ഇവിടെ ഒന്ന് ആയത്തുൽ കുർസിൻ്റെ മഹത്വം, രണ്ട് ആയത്തുൽ കുർസി എല്ലാ ഫർദ് നമസ്കാരങ്ങളുടെയും അവസാനത്തിൽ ഓതുന്നതിൻ്റെ മഹത്വം. അതേപോലെ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വം. സൂറത്തുൽ ഇഖ്ലാസ് ഫർദ് നമസ്കാരങ്ങളുടെ ശേഷം നിത്യമായി ഓതുന്നതിൻ്റെ മഹത്വം അല്ലേ? എന്താ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വം? സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വം അത് വിശുദ്ധ ഖുർആനിൽ സുലുസുൽ ഖുർആനാണ്. സുലുസുൽ ഖുർആൻ, ഖുർആൻ്റെ 1/3 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്താണ് ആര്? സൂറത്തുൽ ഇഖ്ലാസ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് സഹാബത്തിനോട്, ഞാൻ നിങ്ങൾക്ക് ഖുർആൻ്റെ 1/3 ഓതി തരട്ടെ. എന്നിട്ട് റസൂൽ ഓതി കൊടുത്ത ഏതാണ്? ഖുൽ ഹുവല്ലാഹു അഹദാണ്. അതേപോലെ തന്നെ ഒരു സഹാബി നിസ്കാരത്തിൽ അദ്ദേഹം ഇമാമ് നിൽക്കും. അപ്പോൾ അദ്ദേഹം എല്ലാ റകഅത്തിലും അദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയിട്ട് അവസാനിപ്പിക്കുമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചെന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് അള്ളാഹിൻ്റെ സിഫത്തുകളാണ് ഈ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിലുള്ളത്, അതുകൊണ്ട് അത് ഓതുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ഈ സൂറത്തിനോടുള്ള നിൻ്റെ ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മഹത്തായ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അത് ഫർദ് നമസ്കാരങ്ങളുടെ ശേഷം ഓതുന്നതിൻ്റെ മഹത്വമാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ഹദീസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത് നസായിയുടെ റിവായത്തിലാണ്. ഇമാം നസായി സുനനിൽ റിപ്പോർട്ട് ചെയ്തു. ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. പിന്നെ തബ്രാനിയാണ് ഈ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത് ഓതുന്നതിനെ കുറിച്ചുള്ള ആ റിവായത്ത് കൊണ്ടുവന്നത്. അതാണ് രണ്ടാമത്തെ ഹദീസ്. ഇനി മൂന്നാമത്തെ ഹദീസ്. മാലിക് ഇബ്നുൽ ഹുവൈരിസിൽ നിന്ന് അൻ മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി റവാഹുൽ ബുഖാരി. നമ്മൾ റാവിമാരെ എഴുതല്ല, പിന്നെ ആരാണ് ഇഖ്റാജ് ചെയ്തത്? മുഹദ്ദിസീങ്ങൾ എഴുതല്ല, നമ്മൾ മത്തിന് മാത്രമാണ് എഴുതുന്നത്. മാലിക് ഇബ്നുൽ ഹുവൈരിസ് നമുക്ക് പല പ്രാവശ്യം വന്ന റാവിയാണ് അല്ലേ? മാലിക് ഇബ്നുൽ ഹുവൈരിസ് പല പ്രാവശ്യം വന്ന റാവിയാണ്. എന്താ അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്? മാലിക് ഇബ്നുൽ ഹുവൈരിസ്. അദ്ദേഹം അബൂ സുലൈമാൻ അല്ലൈസിയാണ്. അബൂ സുലൈമാൻ അല്ലൈസി കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മൾ ജിൽസത്തുൽ ഇസ്തിറാഹൻ്റെ ഹദീസൊക്കെ മാലിക് ഇബ്നുൽ ഹുവൈരിസാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിന് മുമ്പ് വന്നില്ലേ? അബൂ സുലൈമാൻ അല്ലൈസി. അദ്ദേഹം ഹിജ്റയുടെ 72 മരണപ്പെടുന്നത്.
അബു സുലൈമാൻ. മാലിക് ഇബ്നുൽ ഹുവൈരിസ് പറയാണ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? സല്ലു, നിങ്ങൾ നമസ്കരിക്കുക, കമാ റഅയ്തുമൂനി ഉസല്ലി. എന്താ കമാ റഅയ്തുമൂനി, നിങ്ങൾ എന്നെ കണ്ടതുപോലെ പ്രകാരം. എങ്ങനെ? ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത്. അപ്പം ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടുവോ അപ്രകാരം നമസ്കരിക്കുക. ഒരു സംഘം ആളുകൾ മദീനയിൽ വന്നിട്ട് കുറച്ചാലും നിന്നില്ലേ, പിന്നെ അവർ പിരിഞ്ഞ് മദീനയിൽ നിന്ന് റസൂൽ അവരെ യാത്രയാക്കിയപ്പോൾ അവരോട് പറഞ്ഞാണ് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടതുപോലെ നിങ്ങൾ പോയിട്ട് നിസ്കരിക്കാൻ പറയണം. അപ്പോൾ അവരെ പറഞ്ഞയച്ചപ്പോൾ അതാണ് ഇവിടെ മാലിക് ഇബ്നുൽ ഹുവൈരിസ് എന്ത് ചെയ്യണത്, റിവായത്ത് ചെയ്യണത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം എങ്ങനെയാണ്, അങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തിൽ പിന്നെ റുക്നുകളുണ്ട്, അതേപോലെ വാജിബുകളുണ്ട്, സുന്നത്തുകളുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തികളായ സുന്നത്തുകളുണ്ട്, അതേപോലെ തന്നെ വാചികമായി ചൊല്ലേണ്ടതായ സുന്നത്തുകളുണ്ട്. ഇവിടെ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് പറഞ്ഞാൽ ഞാൻ നമസ്കരിക്കുന്നത് കണ്ടതുപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം റസൂലുള്ളാഹിൻ്റെ സുന്നത്തിനനുസരിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ്. അതിൽ പിന്നെ റുക്നുകൾ അതൊഴിവായിട്ടുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവും. വാജിബുകൾ അതൊഴിവായിട്ടുണ്ടെങ്കിൽ സഹവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടും. സുന്നത്തുകളായി പഠിപ്പിക്കപ്പെട്ട സംഗതികൾ അതൊരാൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം എന്ത് ചെയ്യില്ല, ബാത്തിലാകില്ല. പക്ഷേ നിസ്കാരത്തിൽ പ്രതിഫലം കുറയും, പൂർണ്ണത കുറയും എന്നുള്ളതാണ്. ഹുക്കും എന്തായാലും ചില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിലെ കർമ്മങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് അതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് റുക്നുകളാണ്, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ഇത് വാജിബുകളാണ്, ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റുക്ന് മാത്രം ഞാൻ ചെയ്യും എന്ന് പറ്റൂല, വാജിബ് ചെയ്യും റുക്നും ചെയ്യും, അങ്ങനെ പറ്റില്ല. പിന്നെ സുന്നത്തൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിസ്കരിക്കേണ്ടത്. ഇവിടെ നോക്കി നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, അതിൽ റുക്നുകൾ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടില്ല, വാജിബ് റുക്ന് മാത്രം എടുത്താൽ മതി പറഞ്ഞിട്ടില്ല. പിന്നെയോ റസൂലുള്ളാഹിന്റെ നിസ്കാരം, അതിൽ നിസ്കാരത്തിൻ്റെ റുക്നുകൾ റസൂലുള്ളാഹി സ്ഥിരമായി ചെയ്യുകയും ഒരിക്കലും റസൂലുള്ളാഹി വിട്ട് ഒഴിവാക്കാതിരിക്കുകയും ചെയ്തതാണ് റുക്നുകൾ. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ ഒഴിവാക്കിയതുണ്ടാവും, ചിലപ്പോൾ ചെയ്യാതിരുന്നുണ്ടാവും. അതിനായിരുന്നു പിന്നീട് പണ്ഡിതന്മാർ സുന്നത്തുകളായിട്ട് എണ്ണിച്ചിട്ടുള്ളത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ട് സഹവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിച്ചതുണ്ടാവും, അതാണ് വാജിബുകൾ. എന്തായാലും നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം, എല്ലാം പാലിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിസ്കരിക്കേണ്ടത്. അതിനുള്ള കൽപ്പനയാണ്. പിന്നെ ചില കർമ്മങ്ങൾ ഒഴിവായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഹുക്കും എന്ത്, വിധി എന്ത്, അപ്പോഴാണ് റുക്കിന് ഒഴിവായിട്ടുണ്ടെങ്കിൽ ഇന്നത്, വാജിബ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത്, സുന്നത്താണ് എങ്കിൽ ഇന്നത് എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ സുന്നത്തും അതേപോലെ തന്നെ വാജിബും റുക്കിനും ഒക്കെ പാലിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിസ്കരിക്കേണ്ടത്. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിവിടെ ആഹ്വാനം ചെയ്യുന്നത്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഇവിടെ നമ്മൾ ആരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 10-20 ദിവസം നോക്കി കണ്ട് പഠിച്ച ആളുകളോട് റസൂലുള്ളാഹി നടത്തുന്ന അഭിസംബോധനയാണിത്. പക്ഷേ അൽ ഇബ്റ ബി ഉമൂമിൽ ലഫ്ദ് ലാ ബി ഖുസൂസി സബബ്, അത് തത്വമാണ്. അതായത് ഏതൊരു കാരണത്താൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ അവിടേക്ക് മാത്രമല്ല ഇതിൻ്റെ ബാധ്യത, പിന്നെയോ അതിൻ്റെ വിധി മൊത്തത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്കും അതേപോലെ തന്നെ ഈ അഭിസംബോധന ആർക്കൊക്കെ എത്തുന്നുവോ അവർക്കൊക്കെ ബാധകമായിട്ടുള്ളതാണ് എന്ത്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. തയ്യിബ്, അടുത്ത ഹദീസ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ എന്നല്ലേ. തയ്യിബ്, വഅൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലി ഖായിമൻ فإن لم تستطع فقاعدا فإن لم تستطع فعلى جنب وإلا فأومي. ഈ ഹദീസ് റവാഹുൽ ബുഖാരി, രണ്ട് ഹദീസ് ബുഖാരിയാണല്ലേ. റവാഹുൽ ബുഖാരി. ഇമ്രാൻ ഇബ്നു ഹുസൈൻ്റെ ഹദീസ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ നമുക്ക് ആദ്യമായിട്ട് വരുന്ന റാവിയ. അൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ
ഏലസയായിട്ട് ബന്ധപ്പെട്ടല്ലേ? ഏലസയായിട്ട് നേർച്ചല്ല. അല്ലല്ല, അത് ഖാലിദ് ബിൻ സെയ്ദ് അല്ലേ? അത് ഖാലിദ് ബിൻ സെയ്ദ്, ഇത് ഇമ്രാൻ ബിൻ ഹുസൈൻ. പിന്നെ ഏതായാലും പിന്നെ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല, ഇമ്രാൻ ബിൻ ഹുസൈൻ അദ്ദേഹം പിന്നെ ഇമ്രാൻ ബിൻ ഹുസൈൻ അൽ ഖുസായിയാണ്. ഖുസായി ബനു ഖുസാ ഗോത്രക്കാരനാണ്. ബനു ഖുസാ ഗോത്രക്കാരനാണ്. ഈ ഇമ്രാൻ ബിൻ ഹുസൈൻ പിന്നെ ഖൈബർ യുദ്ധത്തിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഖൈബർ യുദ്ധ സമയത്ത്, യുദ്ധത്തിലല്ല ആ വർഷം, അബൂ ഹുറൈറയും ഇമ്രാൻ ബിൻ ഹുസൈനും ഈ ഇമ്രാൻ്റെ വാപ്പ ഹുസൈനും ഇവരൊക്കെ മൂന്നാളൊന്നിച്ച ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇമ്രാൻ ബിൻ ഹുസൈൻ, അദ്ദേഹത്തിൻ്റെ വാപ്പ ഹുസൈൻ അൽ ഖുസായി, ഹുസൈൻ അൽ ഖുസായി, അതേപോലെ അബൂ ഹുറൈറ, ഇവരൊക്കെ ഒന്നിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇസ്ലാം സ്വീകരിക്കുന്നത്. ഖൈബർ യുദ്ധത്തിൽ നടന്ന വർഷം ഹിജറയുടെ 7 അല്ലെങ്കിൽ ഹിജറയുടെ 8 തുടക്കത്തിൽ, ആ ടൈമിലാണ് അവർ ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാപ്പാനോട് റസൂലുള്ളാഹി തഅബുദു മിൻ ഇലാഹ്, ആ ഹദീസിനെ കുറിച്ച് ചില നിരൂപണങ്ങളുണ്ട്. വാപ്പ ഈ ഇമ്രാൻ ബിൻ ഹുസൈൻ ഉണ്ടല്ലോ, അദ്ദേഹം ബനു ഖുസാ ഗോത്രക്കാരാണ്. ഖുസായികൾ പാർത്തിയിരുന്നത് മക്കൻ്റെ മദീനൻ്റെ ഇടയിലാണ്, മക്കയുടെ അടുത്ത് ഖുസാ ഗോത്രം. അങ്ങനെ മുശ്രിക്കുകൾ എന്ത് ചെയ്യും? മുശ്രിക്കുകൾ ഇയാളൊരു സാഹിത്യകാരനുമാണ്. ഇമ്രാൻ ബിൻ ഹുസൈൻ്റെ വാപ്പ ഇമ്രാൻ ഇബ്നു ഹുസൈൻ അല്ലേ? ഹുസൈനാണ് അൽ ഖുസായി. ഇയാളൊരു സാഹിത്യകാരനാണ്. അങ്ങനെ എന്ത് ചെയ്യും? മുശ്രിക്കുകൾ ഇദ്ദേഹത്തെ പിരിയേറ്റി വിടും റസൂലുള്ളാഹിനെ എതിർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരിക്കൽ ഈ ഹുസൈൻ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എന്തിനാണ് നീ മുഹമ്മദെ പിന്നെ ഖുറൈശികളുടെ ഇലാഹുകളെയൊക്കെ ചീത്ത അറിയണം അങ്ങനെയൊക്കെ. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, കം തഅബുദു മിൻ ഇലാഹ്, എത്ര ഇലാഹിനെ ആരാധിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പര് പറയുന്നുണ്ട്, പിന്നെ 6 ഭൂമിയിലും 1 ആകാശത്തിലൊന്ന്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് ഒരു വിപൽഘട്ട പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോക്കാൻ വേണ്ടിയിട്ട് നീ ആരോടാണ് തേടുകയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് അല്ലദീ ഫിസ്സമ, ആകാശത്തിലുള്ളവനാണ് തേടുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പിന്നെ ദഅവത്ത് നടത്തുകയും അദ്ദേഹത്തിന് ചില വചനങ്ങൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത്, ഏതായാലും ഈ ഹുസൈൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഇമ്രാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അബൂ ഹുറൈറയും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ അൽ ഖുസായിൽ നിന്നാണ് നിവേദനം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ അദ്ദേഹം ബസ്രയിലാണ് മരണപ്പെടുന്നത്. ഹിജറയുടെ 52 ബസ്രയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. എന്താ ഹദീസിലുള്ളത്? അദ്ദേഹം പറയണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വല്ലി ഖായിമൻ, സ്വല്ലി നീ നമസ്കരിക്കുക, ഖായിമൻ എങ്ങനെ? നിന്നുകൊണ്ട്. ഫഇല്ലം തസ്തതി, നിനക്കതിന് സാധിച്ചിട്ടില്ല എങ്കിൽ ഫഖായിദൻ, എന്താ ഫഖായിദൻ? ഫസല്ലി ഖായിദൻ, അപ്പോൾ നീ ഇരുന്ന് നമസ്കരിക്കുക, ഇരുന്ന അവസ്ഥയിൽ നിസ്കരിക്കുക. ഫഇല്ലം തസ്തതി, നിനക്കതിനും സാധിച്ചിട്ടില്ല എങ്കിൽ ഫഅല ജംബിൻ, ഫഅല ജംബ്, ചെരിഞ്ഞ് പാർശ്വത്തിൽ കിടന്ന് നമസ്കരിക്കുക, ഫഅല ജംബ്. വഇല്ല എന്നാണ് എന്താ? അതിനും ആയില്ലെങ്കിൽ, ജംബിൽ നമസ്കരിക്കാനായില്ല എങ്കിൽ ഫഔമി, ഇസ്മാന ഫഔമി, ഫഔമി എന്ന് പറഞ്ഞാൽ ഫഔമി എന്ന് പറഞ്ഞാൽ ആക്ഷൻ, ഈമ ഫഅഷിർ എന്നർത്ഥം. ആംഗ്യം കാണിച്ച് നിസ്കരിക്കാൻ പറഞ്ഞു. ഔമി ഫഔമി, എങ്ങനെ ആംഗ്യം കാണിച്ച് നിസ്കരിക്കുക? ഇങ്ങനെ, പിന്നെ റുക്കുവിൻ്റെ സമയത്ത് ഇങ്ങനെ സുജൂദിൻ്റെ സമയത്ത് ഒന്നുകൂടി താഴ്ത്തങ്ങനെ, അതാണ് ഫൗമി. ഔമി ഔമ യൂമി ഔമി. അതെ, ഇത് കിടന്നിട്ടാകുമ്പോൾ കുറച്ച് തല അനക്കിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ നിസ്കരിക്കുക, അതാണ് ഫൗമി. ഇരുന്നുകൊണ്ട് നിസ്കരിക്കുമ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ. അതേസമയം കിടന്നിട്ടാകുമ്പോൾ ആംഗ്യ ഭാഷയിൽ. ഖായിമൻ, നിൽക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കുക. ഫഇല്ലം തസ്തതി, അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഫഖായിദൻ, അപ്പോൾ ഇരുന്നുകൊണ്ട്.
ഫൈലം തസ്തത്തി, ഇരുന്നുകൊണ്ടും സാധിച്ചിട്ടില്ല എങ്കിൽ ഫഅലാജംബിൻ ഫസല്ലി അലാജം, ചെരിഞ്ഞ് കടന്ന് പാർശ്വത്തിൽ നമസ്കരിക്കാൻ. വ ഇല്ല, എന്താണ്, അതിനുമായിട്ടില്ല എങ്കിൽ ഫഔമി, അപ്പോൾ ഫസല്ലി ഫഔമി ബിസ്സല, നമസ്കാരം കൊണ്ട് എന്ത് ചെയ്യുക, ഈമാൻ ചെയ്യുക. ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആക്ഷൻ. ഫ അഷിർ ഇഷാറത്തൻ, ഫ അഷിർ എന്നുള്ള അർത്ഥം. അവിടെ ഈ ഹദീസ് ഇമാം ബുഖാരിയുടെ റിവായത്താണ്. നിന്ന് നമസ്കരിക്കലിൻ്റെ വിധി എന്താ? നമസ്കാരത്തിൽ നിൽക്കുക എന്നാണ് അതിൻ്റെ വിധി എന്താ? നിസ്കാരത്തിൻ്റെ റുക്നാണ് എന്ന് പറഞ്ഞാൽ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവൻ, നിന്ന് നിസ്കരിക്കാൻ സാധിക്കുന്നവൻ നിന്ന് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അയാൾ നിസ്കാരം ബാത്തിലാണ് അല്ലേ? നിസ്കാരം ബാത്തിലാവും. അപ്പോൾ ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അയാൾ ഇരുന്ന് നിസ്കരിക്കാൻ പാടുള്ളത്. നിന്ന് നിസ്കരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരാൾ രോഗിയാണ്, അയാൾക്ക് നിൽക്കാൻ വയ്യ, എന്ത് ചെയ്യണം? അപ്പോൾ ഇരുന്ന് നിസ്കരിക്കാം. ഒരാൾ ഫ്ലൈറ്റ് യാത്രയിലാണ്, അവിടെ നിന്ന് നിസ്കരിക്കാൻ സൗകര്യമല്ല, പിന്നെ എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല, അപ്പോൾ ഇരുന്ന് നിസ്കരിക്കണം. ഇതേപോലെ തന്നെ പിന്നെ നിന്ന് നമസ്കരിക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? അപ്പോൾ ഇരുന്ന് നിസ്കരിക്കാം. ഇരുന്നിട്ട് കഴിയാത്തവനാണ് പാർശ്വത്തിൽ. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാത്തുൽ ഖാഇദി അലൻ നിസ്ഫ് മിൻ അജ്രി സലാത്തുൽ ഖായിം. എന്താ ഇതിൻ്റെ അർത്ഥം? ഹദീസ് സഹിഹാണ്. സലാത്തുൽ ഖായിദ്, ഇരുന്ന് നമസ്കരിക്കുന്നതിൻ്റെ നമസ്കാരം. അലൻ നിസ്ഫ് മിൻ അജ്രി സലാത്തുൽ ഖായിം, നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പ്രതിഫലത്തിൽ പകുതി പ്രതിഫലത്തിലാണ് എന്ന് പറഞ്ഞു. എന്താ ഇതിൻ്റെ അർത്ഥം? എന്തൊക്കെ ഫോർക്ക പറയുന്നത്? നിന്ന് നിസ്കരിക്കുന്നവനുള്ള കൂലിൻ്റെ പകുതി കൂലിയാണ് ആർക്കുള്ളത്? ഇരുന്ന് നിസ്കരിക്കുന്നവനെന്ന് പറഞ്ഞ്. അപ്പോൾ അതിനെന്ത് മനസ്സിലാക്കാം? ഇരുന്ന് നിസ്കരിച്ചാൽ പ്രതിഫലത്തിലേ കുറവുണ്ടാവുള്ളൂ. എന്ത്? നിസ്കാരം ശരിയാവുന്നല്ലേ? നിസ്കാരം ശരിയാവും. കാരണം എന്താ? പിന്നെ നിന്ന് നിസ്കരിക്കുന്നവന് പൂർണ്ണ പ്രതിഫലം, ഇരുന്ന് നിസ്കരിക്കുന്നവന് പകുതി പ്രതിഫലം. അപ്പം എന്താ? ഇരുന്ന് നിസ്കരിക്കാം, നിന്ന് നിസ്കരിക്കാം. നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവന് എന്ത് ചെയ്യുക? ഇരുന്ന് നിസ്കരിക്കാം എന്നുള്ളതാണ് അതിന് വരിക. പക്ഷേ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞെന്താ? നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഇരുന്ന് നിസ്കരിക്കാൻ പാടുള്ളതല്ല. നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നത് നിന്ന് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. കാരണം നിസ്കാരത്തിൽ ഖിയാം റുക്നാണ് കഴിയുന്നവന്. അപ്പോൾ നിന്നിട്ടില്ല എങ്കിൽ ഉള്ള നിസ്കാരം ശരിയാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹദീസിന് അവർ കൊടുക്കുന്ന മറുപടി എന്താ? ഈ ഹദീസിന് അവർ കൊടുക്കുന്ന മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇരുന്ന് നിസ്കരിക്കുകയാണ്. മദീനത്ത് ഇരുന്ന് നിസ്കരിക്കുകയാണ്. കാരണം മദീനയിലൊരു പനി ഉണ്ടായിരുന്നു, ഒരു പകർച്ചപ്പനി. ആ പനിയിൽ ആകെ തളർന്നു പോയിട്ട് ആളുകൾ ഇരുന്നിട്ട് നിസ്കരിക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സലാത്തുൽ ഖായിദി അൽ നിസ്ഫ് മിനൽ അജ്രി സലാത്തുൽ ഖായിം, നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പ്രതിഫലത്തിൻ്റെ പകുതിയാണ് ഇരുന്ന് നമസ്കരിക്കുന്നവർക്കുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇത് സുന്നത്ത് നമസ്കാരത്തിൻ്റെ വിഷയത്തിലാണ്. ഏതിൻ്റെ വിഷയത്തിലല്ല? ഫർദ് നിസ്കാരത്തിൻ്റെ വിഷയത്തിലല്ല. ഇത് സുന്നത്ത് നമസ്കാരത്തിൻ്റെ വിഷയത്തിലാണെന്ന് എങ്ങനെ മനസ്സിലായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. എന്തിനാണ് റസൂലുള്ളാഹി വരുന്നത്? ഫർദ് നിസ്കരിക്കാൻ വരികയാണ്. അപ്പോഴാണ് സുന്നത്ത് നിസ്കരിക്കണവരെ കണ്ടത്. അപ്പോഴാണ് എന്ത് ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞത്. അപ്പോൾ സുന്നത്ത് നമസ്കാരത്തിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? ഇരുന്ന് സുന്നത്ത് നിസ്കരിക്കാം. പക്ഷേ ഫർദ് നമസ്കാരത്തിൽ കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളത് എന്താണ്? നിസ്കാരത്തിൻ്റെ റുക്നാണ്. ഇത് സുന്നത്ത് നമസ്കാരത്തിൻ്റെ വിഷയത്തിലാണ്. ഇത് മദീനയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുമാണ്. മനസ്സിലായി? അപ്പോൾ സുന്നത്ത് നിസ്കാരത്തിൽ എന്ത് ചെയ്യുക? ഇരുന്ന് നിസ്കരിക്കാം. പക്ഷേ പ്രതിഫലം എത്രയേ ഉണ്ടാവുള്ളൂ? നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങനെ ഇരുന്ന് നിസ്കരിച്ച ചില അസറുകൾ വന്നിട്ടുണ്ട്. ഏത്? പിന്നെ ചില നിസ്കാരങ്ങൾ അത് ഇരുന്ന് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ്, നിസ്കരിക്കുന്നവൻ്റെ പ്രതിഫലത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ അതിൽ നിസ്കരിക്കാം. ഇവിടെ ഒരു മസല എന്താണെന്ന് വെച്ചാൽ,
ഫഇല്ലം തസ്തതി ഫഅല ജംബ് വഇല്ല ഫഔമി. എന്താ വഇല്ല, അതിനും പറ്റിയിട്ടില്ലെങ്കിൽ ഫൗമി, നീ എന്ത് ചെയ്യണം? ഈമാ ചെയ്യണം എന്നാണ്. ആക്ഷൻ അതിന് എന്താണ്, ഇഷാറത്തിലൂടെ നിസ്കരിക്കണം എന്നാണ്. ഒരാൾക്ക് ഇഷാറത്തിനും കഴിയില്ല, അങ്ങനത്തെ ഒരവസ്ഥ എന്താ? ഇഷാറത്തിനും കഴിയാത്തൊരവസ്ഥ എന്താ? ബോധമില്ലാതിരിക്കുന്ന നിസ്കാരമല്ലല്ലോ. ഒരാൾക്ക് അനങ്ങാൻ കഴിയില്ല, അയാൾ പിന്നെ നിസ്കാരം കേൾക്കുന്നുണ്ട്, നിസ്കരിക്കണം എന്ന് ബോധമുണ്ട്, പക്ഷെ അയാൾക്ക് അനങ്ങാൻ കഴിയില്ല. ഓർക്കാനല്ലല്ലോ ഇത് പറഞ്ഞത്. ഇത് ഫൗമി എന്നാണ് പറഞ്ഞത്. ഈമാൻ എന്നാണ് ഇഷാറത്ത് കഴിയാനാണ്, മനസ്സിലായില്ലേ? അതിൽ നെറ്റി അലക്കലുണ്ടാവും, തല അനക്കലുണ്ടാകും, അല്ലേ, കൈ അനക്കലുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇഷാറത്തിന് കഴിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹുക്കം എന്താ? അയാൾക്ക് നിസ്കാരം ഉണ്ടോ? പക്ഷേ ഹനഫി മദ്ഹബിൽ, അതേപോലെ തന്നെ പിന്നെ അബ്ദുറഹ്മാൻ നാസിർ സഅദി, ഇവിടെ സൗദി അറേബ്യയിൽ ഇവിടുത്തെ പിന്നെ ഈ കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ച മഹൽ പണ്ഡിതന്മാരുടെയൊക്കെ ഉസ്താദാണ്. അതേപോലെ പിന്നെ കുറേ പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾക്ക് ഈ റസൂൽ പറഞ്ഞത് എന്താണ്? ഔമി, ഇതുവരെ പറഞ്ഞത് ആംഗ്യ ഭാഷയിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞില്ലേ, ഇതുവരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇതിൻ്റെ താഴെ ഒരാളുടെ അവസ്ഥ പോയിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് നിസ്കാരമല്ല എന്നാണ് ഹനഫികളും അതേപോലെ തന്നെ പ്രാമാണികരായ പല പണ്ഡിതന്മാർ, അതിൽപ്പെട്ടതാണ് അബ്ദുറഹ്മാൻ നാസിർ സഅദി. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് പിന്നെ ഇത് ചെയ്യാൻ കഴിയില്ല, ഈമാ ചെയ്യാൻ കഴിയില്ല, ഇഷാർത്ത് ചെയ്യാൻ കഴിയില്ല, പക്ഷേ അയാൾക്ക് ബോധമുണ്ട്, ബാങ്ക് കേൾക്കുന്നുണ്ട്, അയാൾക്ക് എടുക്കുകയാണ്, പക്ഷേ ഈമാന് പോലും അയാൾ കഴിയില്ല എങ്കിൽ അയാൾക്ക് നിസ്കാരമല്ല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുവരെയാണ് പറഞ്ഞത്. ഇല്ല ഫൗമി, അതിനുള്ളൊരു സ്റ്റേജ്, അപ്പുറമുള്ളൊരു സ്റ്റേജിൽ നിസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് ആ പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷേ ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ഫൈദ അമർത്തുക്കും ബി അംരിൻ ഫഅ്തു മിൻഹു മസ്തതഅ്തും, ഞാൻ നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കഴിയണത്ര ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂൽ നമ്മളോട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് എത്രയാണോ കഴിയുന്നത് അത്ര നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബോധമുണ്ട് എങ്കിൽ അയാൾ തൻ്റെ അവസ്ഥക്കനുസരിച്ച് അയാൾ എന്ത് ചെയ്യാൻ വേണ്ടത്? അയാളുടെ നിസ്കാരം നിർവഹിക്കുകയാണ് വേണ്ടത് എന്നാണ് അതിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതാണ് ശരി. ഒരു ഭാഗത്തേക്ക് പാർശ്വത്തിൽ ചെരിഞ്ഞ് കിടക്കുക, ചെരിഞ്ഞ് കിടന്നിട്ട് കണ്ടില്ലേ നിസ്കരിക്കുക. എങ്ങനെയാണ് കൈ അനക്കാൻ വയ്ക്കുമെന്ന് കൈ കൊണ്ട് അനക്കുക, മനസ്സിലല്ലേ? അതേപോലത്തെ റുക്കുവിന് വേണ്ടിയിട്ട് അല്പം തല താഴ്ത്താൻ പറ്റുകയാണെങ്കിൽ, സുജൂദിന് വേണ്ടി ഒന്നുകൂടി താഴ്ത്താൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കിടന്നിട്ട്, കിടന്നുകൊണ്ടുള്ള നിസ്കാരമാണ്, കിടന്നിട്ടുള്ള നിസ്കാരമാണ് പറഞ്ഞത്. അത് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ടാണ് എങ്കിൽ അങ്ങനെ നിസ്കരിക്കുക. ഇനി അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ കിടന്നുള്ള നിസ്കാരം, ഫാല ജമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അയാൾക്ക് തായ്മം ചെയ്യാൻ തായ്മം ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ ഒതു ചെയ്യാൻ പറ്റുമെങ്കിൽ ഒതു ചെയ്തു കൊടുക്കാം. ഒതു ചെയ്യാൻ തടസ്സമാണ് എങ്കിൽ തായ്മം ചെയ്തു കൊടുക്കുക, അത് മുഷ്കിൽ. അതാണ് പിന്നെ 4-ാമത്തെ ഹദീസ്. ഖലാസ്. ഇനി അടുത്ത ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു നിന്നാണ് ഹദീസ്, അല്ലേ? ഒതു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒതു എടുത്തു കൊടുക്കണം. ഇനി അതിനും പറ്റൂല, ഒരാൾക്ക് എന്ത് ചെയ്യില്ല, ഒതു എടുത്തു കൊടുക്കാൻ ആളില്ല, അയാൾക്ക് ഒതു ചെയ്യാനും കഴിയില്ല, തൈമം ചെയ്യാനും കഴിയില്ല എങ്കിൽ അയാളുടെ ഹാലിൽ നിസ്കരിക്കാൻ വേണ്ടത്. അവിടെയൊക്കെയാണ് ഫത്തഖുല്ലാഹ മസ്തതഅ്തും, കഴിയുന്നത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരു മനുഷ്യനും അള്ളാഹു അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ അതിനോട് കൽപ്പിക്കൂല. അപ്പോൾ അയാളുടെ ഹാലിൽ അയാൾ നിസ്കരിച്ചാൽ മതി. വഅൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല ലി മരീദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രോഗിയോട് പറഞ്ഞു, സല്ല അലാ വിസാദത്തിൻ, അയാൾ സല്ല നമസ്കരിച്ചു, അലാ വിസാദത്തിൻ, വിസാദ് എന്ന് പറഞ്ഞാൽ തലയിണ, മിഹദ്ദ, തലയിണയിൽ അയാൾ നിസ്കരിച്ചു. ഫറമ ബിഹ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തലയിണെടുത്ത് വലിച്ചെറിഞ്ഞ്. കാരണം അയാൾ തലയിണ വെച്ചിട്ട് സാഹസപ്പെട്ട് അയിമ സുജൂദ് ചെയ്യാണ്, നിസ്കരിക്കുകയാണ്, രോഗിയാണ്. അപ്പോൾ റമ ബിഹ, തലയിണെടുത്ത് റസൂലുള്ള വലിച്ചെറിഞ്ഞ്. വഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വല്ലി അലൽ അർദ്, നീ ഭൂമിയിൽ നിസ്കരിക്കുക, സ്വല്ലി അലൽ അർദ് ഇൻ ഇസ്തതഅത്,
നിനക്ക് സാധിക്കുമെങ്കിൽ സുജൂദ് എവിടെ ചെയ്യേണ്ടത്? മണ്ണിൽ നിലത്ത് സുജൂദ് ചെയ്തിട്ട് നീ നിസ്കരിക്കുക. ഇല്ല അതിന് പറ്റിയില്ല എങ്കിൽ ഫഔമി ഈമാൻ എന്താ ഫഅശിർ ഇഷാറത്തൻ എന്നാണ്, ആംഗ്യ ഭാഷയിൽ നിസ്കരിക്കുക. ഫഔമി ഈമാൻ ആംഗ്യ ഭാഷയിൽ നമസ്കരിക്കുക. വജഅൽ സുജൂദക് നീ നിൻ്റെ സുജൂദിനെ ആക്കുകയും ചെയ്യുക അഖ്ഫദു മിൻ റുകൂഇക് റുകൂഇനേക്കാൾ അഖ്ഫദു മിൻ റുകൂഇക് നിൻ്റെ റുകൂഇനേക്കാൾ താഴ്ന്നത് കുനിഞ്ഞത് അഖ്ഫദു മിൻ റുകൂഇക് റുകൂഇനേക്കാൾ കുനിഞ്ഞത്. വജഅൽ സുജൂദക അഖ്ഫദ മിൻ വജഅൽ സുജൂദക അഖ്ഫദ മിൻ റുകൂഇക് അഖ്ഫദ മിൻ റുകൂഇക് നീ നിൻ്റെ സുജൂദിനെ റുകൂഇനേക്കാൾ കുനിഞ്ഞതാക്കുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് ഹദീസ് റവാഹുൽ ബൈഹഖി ബിസനദിൻ ഖവി വസഹഹ ഇബ്നു ഹിബ്ബാൻ വഖഫഹു അലൈഹി അബു ഹാത്തിം ഇബ്നു ഹിബ്ബാൻ അബു ഹാത്തിം വസഹഹ അബു ഹാത്തിം വഖഫഹു റവാഹുൽ ബൈഹഖി ബിസനദിൻ ഖവി വസഹഹ അബു ഹാത്തിം വഖഫഹു ഖലി വലാകിൻ طيب عن جابر رضي الله تعالى عنه ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ജാബിർ ഇബ്നു അബ്ദുല്ല അൽ അൻസാരി റളിയല്ലാഹു അൻഹു നിവേദനം. നമുക്ക് പലതവണ വന്ന റാവിയാണ് ആര്? ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല ലി മരീദിൻ ഒരു രോഗിയോട് പറഞ്ഞു. ആ രോഗി സല്ല അലാ വിസാദത്തിൻ തലയിണമ നിസ്കരിച്ചാണ് ഫറമാ ബിഹ റസൂലുള്ളാഹി തലയിണെടുത്ത് എറിഞ്ഞ്. അപ്പോൾ രോഗിനെ സന്ദർശിക്കുന്നതിൻ്റെ അത് സുന്നത്താണ്. അതേപോലെ തന്നെ സന്ദർശന വേളയിൽ ആ രോഗിക്ക് ഫലപ്രദമായ കാര്യങ്ങൾ നിർവഹിക്കണം എന്നതിൻ്റെ ഒരു അദബ് അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ദീൻ എളുപ്പമാണ്, ആർക്കും ഒരു ഭാരം വെച്ചിട്ടില്ല. ഇയാളിങ്ങനെ സുജൂദ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മണ്ണ് പോയിട്ട് സുജൂദ് ചെയ്യാൻ മൂപ്പര് കഴിയില്ല. അപ്പോൾ തലയിണ വെച്ചിട്ട് അയിമ സുജൂദ് ഇത് ഒപ്പിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ഞെരുക്കല്ലാത്ത ദീനാണ്, എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ തലയിനടുത്ത് എറിഞ്ഞിട്ട് പറഞ്ഞ് സല്ലി അലൽ അർദ് ഇൻ ഇസ്തതഅത് സാധിക്കുകയാണ് എങ്കിൽ നിലത്ത് സുജൂദ് ചെയ്യും. വ ഇല്ല ഫൗമി ഈമാൻ അതില്ല എങ്കിൽ ആംഗ്യ ഭാഷയിൽ നിസ്കരിക്കുക. പക്ഷേ സുജൂദ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? റുക്കൂവിനേക്കാൾ അല്പം തല കുനിക്കണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ഹദീസ് ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ബൈഹഖിയുടെ സുനനിൽ റിപ്പോർട്ട് ചെയ്തു ബിസനദിൻ കവിയായ സനദോടുകൂടി. അബൂ ഹാത്തിം ഇമാം അബൂ ഹാത്തിം സഹഹ വലാകിൻ സഹഹ അബൂ ഹാത്തിം വഖഫഹു എന്നാൽ ഇമാം അബൂ ഹാത്തിം ഇതിനെ മൗഖൂഫാണ് എന്നതാണ് സഹിഹാക്കിയത്. മൗഖൂഫായിട്ട് സഹി എന്ന് പറഞ്ഞ്, അതായത് ഇമാം അബൂ ഹാത്തിം ഒരു ഹദീസിനെ സഹിഹാക്കുന്ന വിഷയത്തിൽ കർക്കശ നിലപാടുകാരനാണ്, സ്ട്രോങ് നിലപാടുകാരനാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും സഹിഹാക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് മർഫൂ ആയിട്ട് സഹീഹല്ല. അതാണ് ഇമാം അബൂ ഹാത്തിമിൻ്റെ അഭിപ്രായം. മർഫൂ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് സഹീഹല്ല, പക്ഷേ ജാബിർ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തുകൊണ്ട് സഹിയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിലാകുമ്പോഴാണ് മൗഖൂഫ്. പിന്നെ അബൂബക്കർ അൽ ഹനഫി എന്ന് പറയുന്ന റാവി ഇമാം സുഫിയാൻ സൗരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. സുഫിയാൻ സൗരിയിൽ നിന്ന് അബൂബക്കറുൽ ഹനഫി മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ചില മുലാഹദകളുണ്ട് ഈ റിപ്പോർട്ടിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ പറഞ്ഞത് റവാഹുൽ ബൈഹഖി ബിസനദിൻ ഖവി, സ്ട്രോങ് ആയ സനദ് കൊണ്ടാണ് ആര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ബൈഹഖി റിപ്പോർട്ട് ചെയ്തത് എന്ന് ഇബ്നു ഹജർ പറഞ്ഞത്. പിന്നെ അബൂ ഹാത്തിം ഇത് മൗഖൂഫായിട്ട് സഹീഹാണ് എന്നാണ് അഭിപ്രായപ്പെട്ടത്. മർഫൂ ആയിട്ട് റസൂലുള്ളാഹിയിലേക്ക് ഉയർത്തിയിട്ട് ഇത് സഹീഹല്ല, പക്ഷേ മൗഖൂഫായിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിലേക്ക് ഉയർത്തപ്പെട്ടത് സഹീഹാണ് എന്നാണ് അബൂ ഹാത്തിം പറഞ്ഞിട്ടുള്ളത്.
പക്ഷേ ഈ ഹദീസിനെ ബലപ്പെടുത്തുന്ന രീതിയിൽ ഇബ്നു അബ്ബാസിൽ നിന്നും മറ്റൊക്കെ റിവായത്ത് വന്നിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ റിപ്പോർട്ടിനെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ട് ഇബ്നു അബ്ബാസിൽ നിന്ന്, അതേപോലെ ഇബ്നു ഉമറിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹദീസ് സഹിയാണ്, ഹദീസ് സഹിയാണ്, മർഫൂ ആയിട്ട് സഹിയാണ്. ഇതാണ് ഹദീസ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ഇത് പിന്നെ സഹവിൻ്റെ സുജൂദുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകൾ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.